ഈ മകള് ജനിച്ച മുതൽ ഈ മകളെ എങ്ങനെ ഏത് രീതിയിൽ, അതായത് ശരിയായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു പഠനം തന്നെയാണ്. പാട്ടിനോട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ല ഒരു കുട്ടിയും കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് കാരണം? മോള് ബർത്ത്ഡേ ആ സമയമായപ്പോൾ മോൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഈ ആശയം മനസ്സിൽ വന്നപ്പം തന്നെ ഫസ്റ്റ് ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ ഈ സഹോദരനോടാണ്. അപ്പോൾ മൂപ്പര് പിന്തുണയോട് കൂടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, എന്തായാലും ഇതിന്റെ ഫ്ലോർ ലെവലിന് കുറച്ച് കൂടുതൽ ചെലവ് വന്നിട്ടുണ്ട്. കാരണം ഈ വീടിനടുത്തുള്ള അയൽവാസികളായ കുട്ടികളൊക്കെ മുഴുവൻ ഈ ചുറ്റുവട്ടത്തുള്ള അയൽവാസികളാണ് മോളെ ഏറ്റവും കൂടുതൽ ഹാപ്പിയാക്കുന്നതിന്റെ പ്രധാന ഭാഗം നമ്മൾ ഈ അയൽവാസികളുടെ സപ്പോർട്ട് എപ്പോഴും സദ്യയുണ്ട്. മംഗളം കഴിക്കാം നിന്നെ മണവാട്ടിയാക്കാം നിന്നെ കൽബിലെ ഭൂമിയാവൻ പോരുന്ന. കുടുംബത്തിന് വേണ്ട പൂർണ്ണമായ സപ്പോർട്ടായിട്ട് താങ്കളും ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു? തീർച്ചയായും. കാരണം പൊതുവെ ഭിന്നശേഷി കുട്ടികളോട് എനിക്ക് എൻ്റെതായ ഒരു രീതിയുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ശിഫമോളെ കാണാൻ അന്ന് മുതൽ ഇന്ന് വരെയായിട്ടും ഒരു ദിവസമെങ്കിലും കാണാതിരിക്കാതെ ഒരിക്കലും നിൽക്കില്ല. കാരണം അത്രത്തോളം അടുപ്പില്ല. പിന്നെ എൻ്റെ ജ്യേഷ്ഠ തുല്യമാണ് ഷർഫൂക്ക. അപ്പോൾ ഷർഫൂക്ക ഈ ഒരാശയം ഇങ്ങനെ പറയുമ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്ത് ഇങ്ങനെ ഒന്ന് ആക്കിയാലോ എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ. അങ്ങനെ ഏകദേശം എൻ്റെ കൂടെ സ്വാമി അടക്കം ഉണ്ടായിരുന്നു. ഏകദേശം 21 ദിവസം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു രൂപകൽപ്പന ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പുള്ളി ഏത് കാര്യത്തിനും പുള്ളിക്ക് അതിൻ്റെതായ ഒരു മൈൻഡും ഉണ്ട്. അപ്പോൾ ആ മൈൻഡ് രീതിയിലാണ് നമ്മളിങ്ങനെയൊക്കെ. പക്ഷെ ഇത് ആക്കി നോക്കുമ്പോൾ ഈ പാർക്ക് സ്ഥാപിച്ചതിന് ശേഷം എനിക്ക് ജീവിതത്തിലില്ലാതൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ ഡിസേബിൾ സ്കൂളുകളിലും സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ ഇങ്ങനെയുള്ള ഒരു പാർക്ക് സ്ഥാപിച്ചതിന് ശേഷം കുട്ടിയുടെ, നമ്മുടെ കുഞ്ഞുമോള് ഷിഫ ഫാത്തിമയുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ വല്ലാതെ. കാരണം ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒരു ജീവിതം കൊണ്ട് നടക്കുന്ന ആ രീതി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ആ മക്കൾക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും. അത് ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഷിഫ ഫാത്തിമ. അപ്പോൾ അതുമാത്രമല്ല മറ്റുള്ള തൊട്ടടുത്ത പ്രദേശത്തിലെ സ്കൂളുകളിലെ എല്ലാ പ്രദേശത്തിലെ ഏകദേശം 10-17 സ്കൂളുകളിലെ മക്കൾ 1-2 പ്രാവശ്യം പോകും. കാരണം കുട്ടികളൊക്കെ പറയുന്നത് പാർക്കിലേക്ക് പോകണം, ഒരു മണിക്കൂറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സന്തോഷം നമുക്കൊക്കെ ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ആ ഒരു തിടക്കത്തിനൊക്കെയാണ് സന്തോഷം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇങ്ങനെയുള്ള കാണുമ്പോൾ. എന്തായാലും ഒരുപാട് ആൾക്കാർ ഈ ഡിസേബിളായ മക്കളെ കൊണ്ട് ഇത് ഈ പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി ഈ തീരുമാനം എടുക്കാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഷർഫൂഖിനെ സംബന്ധിച്ചിടത്തോളം ഈ മകള് ജനിച്ച മുതൽ ഈ മകളെ എങ്ങനെ ഏത് രീതിയിൽ, അതായത് ശരിയായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു പഠനം തന്നെയാണ്. ഒരുപാട് ഹോസ്പിറ്റലുകളിലും മറ്റുള്ളവർക്ക് അവിടെയൊക്കെ സന്ദർശിച്ചിട്ട് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരുപാട് ചെയ്തു. ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അതായത് സ്വാഭാവികമായിട്ടും ഒരു ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റമൊക്കെ ഈ കുട്ടി പഠിക്കുന്നു. അപ്പോൾ അതിലും ബെറ്റർ കുട്ടികളായിട്ട്, അതായത് നോർമൽ ഒരു കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വല്ലാതെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് പറഞ്ഞത്. ഏകദേശം നമുക്കൊരു പാർക്ക് നോക്കിയാലോ, മറ്റുള്ള കുട്ടികളൊക്കെ ഇവിടെ വരും. അല്ലാതെ തന്നെ
ഈ ശിവമോളെ ചേർത്ത് പിടിക്കാൻ ഈ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ വന്ന് പാട്ട് ഇതൊക്കെ പാട്ടിനോട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയും കൂടിയാണ് ശിവമോൾ. അപ്പോൾ അതുകൊണ്ട് ഈ പാർക്കും കൂടി ആക്കിയപ്പോൾ വല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ സന്ദർശിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് അകത്തളങ്ങളിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് കാരുണ്യ മനസ്സ് ഉള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത് ചേർത്ത് പിടിക്കണം. ഈ സാമ്പത്തികം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വിഷമത കൊണ്ട് അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച് ഇതുപോലെ ഒരു പാർക്കോ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നന്മ മനസ്സുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ആണ് ഏറ്റവും കൂടുതൽ. എങ്ങനെയുണ്ട് മോളെ പാർക്ക്? ഷിഫ കളിയും കൂടിയൊക്കെ ഷിഫേനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ ഷിഫേൻ്റെ കൂടെ കളിക്കുന്നു. ഇവിടുത്തെ ഏച്ചി ഏട്ടനെല്ലാം നമ്മളോട് വലിയ കാര്യം. പിന്നെ ഷിഫക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം ചെയ്ത് ഷിഫ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഷിഫയെ ഹാപ്പി ആക്കുക മാത്രമാണ് അല്ലേ? എല്ലാ ദിവസവും വരാറില്ല? നിങ്ങളുടെ ഹാപ്പിയാണ്? എല്ലാ ദിവസവും രാവിലെ വരും? രാവിലെ വന്നിട്ട് വൈകുന്നേരമാണോ ടൈം വെച്ചിട്ടുണ്ട്. രാവിലെ വന്നിട്ട് 8 മണിക്ക് വന്നിട്ട് 11 മണിക്ക് വരും. പിന്നെ 4 മണിക്ക് എന്നിട്ട് 5 മണി. ശരി, താങ്ക് യു. നീ പറയതാ നമ്മളെപ്പോഴും ഇടുന്ന് കളിക്കാൻ നമുക്ക് സന്തോഷമായി നോടാ. അത് പറ, അത് നല്ല വിഷയമാണ്. ഇഷ്ടമാണ്. ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു? ശേഷം എല്ലാരും കൂടെ കളിക്കുമ്പോ നല്ല മാറ്റം വന്ന് ചിപ്പുക്ക് ഏറ്റവും കൂടുതൽ പാട്ടാണ് ഇഷ്ടം. അപ്പൊ നമ്മളെല്ലാരും എല്ലാ ദിവസവും ഇങ്ങനെ വട്ടത്തിലിരുന്ന് അന്താക്ഷരിയൊക്കെ കളിക്കും. ഇവൾ ചിപ്പിനെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട്. പിന്നെ ചിപ്പുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിയാനോ ആണ്. അതിൽ ഓക്ക് നല്ല ട്യൂൺ ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ല കഴിവുണ്ട്. ചിപ്പുക്കൊപ്പം കളിക്കാനും ചിരിക്കാനും എല്ലാത്തിനും നമുക്ക് ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കളിക്കാനും ചിരിക്കാനും ആയിട്ട് ഒരു പാർക്ക് ഇപ്പൊ ഉണ്ട് ഇവിടെ. പാർക്ക് തന്നു എന്താണ് പറയുന്നത്? ഡാൻസ് പറയാം. ഓക്കെ, താങ്ക് യു.